ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾക്ക് ദാരുണാന്ത്യം. 3 പേരുടെ നില അതീവ ഗുരുതരം. നിരവധി പേർക്ക് പരിക്കേറ്റു. കാറിന് മുകളിലേക്കാണ് ബസ് തലകീഴായി മറിഞ്ഞത്. തൃശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. കുറ്റിപ്പുറത്ത് കാറിന് മുകളിലേക്ക് ബസ് മറിഞ്ഞ് അപകടം. ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു. ഡിഫൻഡർ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നല്ലൊരു ഭയങ്കര ബഹളം തന്നെ. ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യേണ്ടതല്ല. അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ഡീസൽ വീഴുന്നുണ്ട്, ബ്ലഡും. അപ്പോൾ അതായത് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ശാന്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ, അല്ലെങ്കിൽ തിരക്ക് വീട്ടിൽ കാര്യമില്ലല്ലോ, ആർക്കും ഇറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ പതുക്കെ ഇറങ്ങി. പിന്നെ നാട്ടുകാരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തു ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് കയറിയതായിരുന്നു? കൊണ്ടോട്ടിന്ന്. എവിടേക്ക് പോയിരുന്നു? ഏകദേശം എത്ര ആൾക്ക് പരിക്കുണ്ടാവും എന്നുള്ളത്? പരിക്ക് എല്ലാവർക്കും സീറ്റ് ഉണ്ടായിരുന്നില്ല. ആ ഒരു സീറ്റിലായിരുന്നു, നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ബസ് ഫുള്ളാണ്, സ്റ്റാൻഡിങ് ഇല്ല. അപ്പൊ അത് അവിടുന്ന് വൻ വേഗതയിലാണ് വരുന്നത്. അത്യാവശ്യം വേഗത ഉണ്ട്. അപകടത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. ബസ്സും കാറും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് റോഡിനരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള 6-വരി പാതയിലാണ് അപകടമുണ്ടായത്. ഗുരുതരാവസ്ഥയിലുള്ള 3 പേരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് സൂചന. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന മേഖലയാണിത്.